ഇന്നത്തെ നമ്മുടെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹൂ നോസ് മീ ബെറ്റർ. ചേച്ചിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഇയർ. എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ നോക്കി ചേച്ചി ജനിച്ച ദിവസം മത്സരങ്ങളില് എപ്പോഴും എനിക്കൊരു വൻ പരാജയമുള്ള ആളാണ്. ഇവര് തമ്മിലാണ് എപ്പോഴും മത്സരത്തില് തൊട്ട് പുറകിൽ 13.5 പോയിന്റുമായിട്ട് ആ മാർക്കെ തന്നേക്കുന്നില്ല. കഷ്ടപ്പെട്ട് ഞാൻ എത്ര നാള് കൊച്ചിയിൽ വെച്ചോട്ടാണ്. ചേച്ചിയുടെ ഗുഡ് ക്വാളിറ്റീസ് ഒരുപാടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഇനി കോമൺ ആയിട്ട് ഒരു കളറാക്കി ഇട്ടാൻ വേണ്ടി കാണിക്കുന്നത്. ഇത് സ്കൂൾ ഫസ്റ്റിന്റെ കുഴപ്പമായത് ഈ കണ്ടോ. എന്തോ വെച്ചാ നമ്മളൊക്കെ ലാസ്റ്റ് ബെഞ്ച്. ചേച്ചി അവസാനം വായിച്ച ബുക്ക് ഫ്രീ ടൈമിൽ ഞാൻ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഹോബിയല്ല. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വോം വെൽക്കം. അപ്പം ഇന്നത്തെ നമ്മുടെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹൂ നോസ് മീ ബെറ്റർ. ഇത് നേരത്തെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഭയങ്കര കുറേ ആലോചിച്ചിട്ട് ലാല റിലേഷൻസ് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുത്തിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിൽ ഈ റൗണ്ട് കുളമായി പോവുകയാണെങ്കിൽ നന്നായിട്ട് അങ്ങ് കൊടുത്തേക്കണം. എല്ലാവർക്കും കറക്റ്റായിട്ട് പേരറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. ആര്യ, അത് മറ്റാൾ ലക്ഷ്മി. കറക്റ്റായിട്ട് ഈ കളർഫുൾ ഉടുപ്പിട്ടേക്കുന്നത് ആര്യ, ആ വെളുത്തെ നീലങ്ങളുള്ള ഉടുപ്പിട്ടേക്കുന്നത് ലക്ഷ്മി. നമസ്കാരം, വന്ദനം, മാരി സദസ്സിൽ വന്ദനം. അപ്പോൾ ഇവരാണ് ഇതെന്തോ എന്നുള്ളത് പറയാൻ പോകുന്നത്. യെസ്, എക്സ്പ്ലെയിൻ. ആർക്കറിയാൻ ഫ്രഷ്. അതായത് ഇവിടെ ഇത് ഫ്രഷ് അല്ലേ? ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അച്ഛനും അമ്മയും രണ്ടുപേർക്കും നമ്മൾ കുറച്ച് കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ കൊടുക്കും. കോമൺ ആയിട്ടല്ല, നവ്യ ചേച്ചിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കോമൺ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് ആരാണ് കറക്റ്റ് ആൻസർ ചെയ്യുന്നത് അവർക്ക് ഗിഫ്റ്റ് ഉണ്ടോ? ഞാൻ ഉമ്മ കൊടുക്കും. വേണ്ട, വേറെ എന്തെങ്കിലും. നിങ്ങള് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാല് ഞങ്ങൾ രണ്ട് അല്ലല്ല നിങ്ങളുടെ അത് ക്വസ്റ്റ്യൻ കണ്ടാൽ ഞങ്ങൾ അറിയേണ്ടതല്ലേ ഇത്. അല്ലല്ല, ഞാൻ ചോദിച്ചല്ല, ക്വസ്റ്റ്യൻ തരുന്നു. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പം വീണ പറയുന്നത് ഞാൻ പറയുന്നത് രണ്ടും ഒന്നായിരിക്കണമെന്നില്ല, വ്യത്യസ്തമായിരിക്കും. ഞാൻ എഴുതു വച്ചാ മനസ്സിലായോ? ഞാനും എഴുതുന്നുണ്ട്, അതിനല്ലേ എനിക്കും പേപ്പർ. കറക്റ്റ് ആൻസർ ആരാണോ ഞാൻ കണ്ടുപിടിക്കും. ഞാൻ കള്ളത്തരം പറയത്തില്ല. രണ്ടുപേർക്കും മാർക്ക്. എവിടെയെങ്കിലും ആർക്ക് തെറ്റുമല്ലോ, അത് ഞങ്ങൾ പിടിക്കും. തെറ്റണമല്ലോ. സമ്മാനം അല്ലേ? വിജയിക്കുന്ന ആൾക്ക് സമ്മാനം അല്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് എളിമ നോക്കി. അങ്ങനല്ല ഈ പിന്നെ ഈ CBSE സ്കൂളിലൊക്കെ നല്ലോണം പിടിക്കുന്ന പിള്ളേർ കാണിക്കത്തില്ലേ? ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. ഈ മത്സരങ്ങളില് എപ്പോഴും എനിക്കൊരു വൻ പരാജയമുള്ള ആളാണ്. ഇവര് തമ്മിലാണ് എപ്പോഴും മത്സരത്തില്. പിന്നെ ഞാൻ പണ്ടേ കൊച്ചിലോട്ടെ ഈ ഞങ്ങള് 3 പേരും ഇരുന്ന് കളിക്കുന്ന 3-4 പേരൊക്കെ ഇരുന്ന് കളിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും പിന്നെ ഇവക്ക് വേണ്ടി ഞാൻ പലപ്പോഴും ഇപ്പൊ ഇങ്ങനെ വെട്ടുക അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ നമ്മളത് ഇപ്പോൾ 3-4 ഒരു 4 വന്നു, പിന്നെ 3 വന്നു. അപ്പോൾ ആദ്യത്തെ 4 വെച്ചിട്ട് വേണം പിന്നെ 3 വെക്കാൻ. അപ്പോൾ ഈ 4 വെച്ച് ചിലപ്പോൾ ഇവിടെ വെട്ടിപ്പോവും. അപ്പം ഞാൻ ആദ്യം 3 വെക്കും, പിന്നെ 4 വെക്കും, അവളെ വിട്ടായിരിക്കും. അങ്ങനെ വഴക്കിടും വീണ. കോമ്പറ്റീഷനാണെങ്കിലും കുഴപ്പമില്ല, അമ്മയ്ക്ക് ഒത്തിടണം. അപ്പം അതുകൊണ്ട് ഞാനിപ്പോഴേ ഡിക്ലെയർ ചെയ്തു ഞാനായിരിക്കും ഏറ്റവും ആദ്യം പുറത്ത് പോകും. ഓക്കെ, അച്ഛൻ അടിപൊളി മെമ്മറി ആയതുകൊണ്ട്. അതല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഇത്തവണത്തെ പിള്ളേരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായതുപോലെ നേരത്തെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ചോദ്യമല്ലേ ഔട്ടായിട്ടുള്ളൂ, ഉത്തരവൊന്നും ഔട്ടായിട്ടില്ലല്ലോ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്കറിയാമോന്ന്. ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? നീ എന്നോട് ചോദിക്കും. 10th പാസ്സായ ഇയർ. അമ്മയുടെ നോക്കി കോപ്പിടിക്കുന്നത് എന്തൊരു കഷ്ടം. ഇനി ആ പാസ്സായ വർഷം ചേർത്ത് എഴുതിയാൽ മതിയോ? 2005, 2006 അങ്ങനെ. ചേച്ചി ഇനി എഴുതാൻ പറ്റത്തില്ല കേട്ടോ, റിജക്ട് ചെയ്യണം. വേണ്ട, ലാസ്റ്റ് ആൻസർ പറഞ്ഞോണ്ട് പോലെ ഇവർ നോക്കി ചെയ്തു അങ്ങോട്ട് ഇങ്ങോട്ടും. അതെ, അവിടെ നോക്കുകയല്ലേ. ഞാൻ 2000 മാർച്ച് 2000 മാർച്ച്
ഓക്കെ 2000 കണ്ട ഞാൻ കള്ളതല്ല നിങ്ങൾക്ക് എന്നെയാ സംശയം അടുത്തത് 10th സ്കോർ ചെയ്ത മാർക്ക് ടോട്ടൽ. കറക്റ്റായിട്ട് അറിയാൻ ഒറ്റ കാര്യം ഓക്കെ അടുത്ത പറയട്ടെ, ആൻസർ പറയട്ടെ. 550 ഔട്ട് ഓഫ് 600. 550 ഔട്ട് ഓഫ് 600 രണ്ടുപേരും കറക്റ്റാ. ഔട്ട് ഓഫ് 600 ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. നന്ദനം സിനിമ അതാണ് എൻ്റെ ശരി. അല്ല പിന്നെ 550 1000 വിചാരിക്കത്തില്ല അതൊക്കെ. വിചാരിച്ചിട്ട് എനിക്ക് പരാതിയില്ലല്ലോ. നന്ദനം സിനിമ റിലീസ് ചെയ്ത ഇയർ. ചേച്ചിയാണ് ഇവിടെ കള്ളത്തരം കാണിക്കുന്നത് കേട്ടോ. ആണോ? ആ എന്റെ അമ്മ ഫുൾ പ്രിപ്പയർഡ് ആണ്, എല്ലാം അറിയാം അമ്മയ്ക്ക്. ആ കോൺഫിഡൻസ് ആയിരുന്നു വന്നപ്പോ തൊട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല. ഞാൻ ആലോചിക്കട്ടെ. 2002. ആ അമ്മയ്ക്ക് എനിക്കറിയത്തില്ല, ഞാൻ മേടം നോക്കി ഞാൻ 3 എഴുതിയിട്ട് ഞാൻ തിരിച്ച് ഇതിനെ കറക്റ്റ് ചെയ്ത 2002. അച്ഛൻ അതെന്തറിയോ 2002 സെൻസർ ചെയ്ത എനിക്ക് ഞാൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തത്. 2002 സെൻസർ ചെയ്ത് 2003. സെൻസർ ചെയ്ത് എനിക്കാണ് അത് 2001 ഷൂട്ട് ചെയ്ത്. എനിക്കതാ ഓർമ്മയുള്ളൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ. നവ്യ ചേച്ചിയുടെ ബ്ലഡ് ഗ്രൂപ്പ്. അതൊക്കെ എനിക്കറിയാം. ചേച്ചി മറ്റേ ഒന്നും അറിഞ്ഞൂടാത്ത കുട്ടിപ്പെണ്ണിനെ പോലെ അഭിനയിക്കുക. ഓക്കെ, A പോസിറ്റീവ്. ഇവർ രണ്ടുപേരും പറഞ്ഞതുകൊണ്ടും പിന്നെ നോക്കിയപ്പോൾ അത് തന്നെ കിട്ടിയതുകൊണ്ടും ഞാനും A പോസിറ്റീവ് എഴുതിയിട്ടുണ്ട് ഗൈസ്. ആക്ച്വലി എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അച്ഛന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചാൽ മതി അല്ലേ ചേച്ചാ? അമ്മയുടെ ബി പോസിറ്റീവ് ആണോ? അയാൾ എപ്പോഴും ബി പോസിറ്റീവ്. അതാണ് അയാൾ. ഞങ്ങള് A പോസിറ്റീവ്, ഓൾവേസ് പോസിറ്റീവ്. അതല്ലെന്ന് ബി പോസിറ്റീവ്. അതമ്മ. പക്ഷെ നമ്മളങ്ങനല്ല, A പോസിറ്റീവ്, ഓൾവേസ് ഞങ്ങൾ ഇച്ചിരി എക്സ്പാൻഷൻ ഇഷ്ടപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചേച്ചിക്കും അറിയാമെന്ന് ദൈവത്തിന് അറിയാം. ചേച്ചിയുടെ നിങ്ങൾ എന്തോ അറിയാൻ വയ്യാത്തത് എനിക്കറിയാം. മോണെ കളിക്കളം മോണെ. അതിന്റെ സെന്റിമീറ്റർ വരെ ഞാൻ എഴുതി. എന്നെ നോക്കല്ലേ എനിക്ക് അറിയത്തുള്ളൂ. സെന്റിമീറ്റർ എഴുതി. ഏതായാലും കുഴപ്പമില്ല. 5 അടി 6 ഇഞ്ച്. 165 സെന്റിമീറ്റർ. I am 169 centimeter, 5.6 feet. അപ്പൊ അച്ഛൻ ശരി. 6.5 എന്തോന്ന് അച്ഛാ? എന്നാലും കുറച്ച് റിലേറ്റ്. 6 ഇഞ്ച്. 6 ഇഞ്ച ഈ പണ്ടത്ര വളർന്നിവിടെ വളർന്നു. പണ്ടത്ര പിച്ചട് വളർന്നു കാണും. പിന്നെ ഇത് മുടിയല്ലേ വളരെ. ചേച്ചിയുടെ ഫേവറേറ്റ് കളർ. കളറോ? എഴുതി. ഒരു 3 എഴുതാം. ഫേവറേറ്റ് 3 കളർ. ഫേവറേറ്റ് ആയിട്ടുള്ള കളറ് ഇതിലുള്ളത് ഒറ്റ കളർ ഒറ്റ കളർ എഴുതിയോ? പറഞ്ഞു. പേസ്റ്റൽ കളേഴ്സ്. അങ്ങനൊന്നും എഴുതാൻ കളറായി അല്ല അത് ചേച്ചി ചെയ്തിട്ടെ. ഒരു കളർ എഴുതാവോ? ചേച്ചി എഴുതിയോ? ആ കളർ ക്വസ്റ്റ്യൻ കൊള്ളത്തില്ല, കാരണം എനിക്ക് കുറെ കളർക്ക് ഇഷ്ടം. എന്നാലും പറ, അച്ഛൻ എഴുതി. അച്ഛൻ കോൺഫിഡൻസ് ആയിട്ട് അറിയാം. ഞാനൊരു 3 കളർ എഴുതി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അവര് കറക്റ്റ് ആക്കിയാ അവർക്ക് മാർക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ. ആന്റിക്ക് കുറച്ച് സമയം. ആന്റി 3 കളർ എഴുതി. ഞാൻ എഴുതി യെല്ലോ. എന്നോട് ഞാൻ 3 അമ്മ കൊള്ളാമല്ലോ. ഒരു കളർ ആക്കത്. അല്ല അവിടെ കിടന്നുണ്ട്. അമ്മ പറ, അമ്മ ഒരു കളറാക്ക. വെട്ട് ഒരു കളർ കേട്ടോ. പോയിട്ട് ഇട്ടാൻ വേണ്ടി കാണിക്കുന്നത് ഇത് സ്കൂൾ ഫസ്റ്റിന്റെ കുഴപ്പമായത്. വേഗം വെട്ട്. കമോൺ. പറഞ്ഞ കേട്ടോ. മിണ്ടരുതാ. മിണ്ടരുത്. മാറിയോന്നൊക്കെ കണ്ടോ? ഇതാ ഇങ്ങനെ കൊച്ചിലേ തൊട്ട് ഈ കളിയാ വെട്ടാൻ പറഞ്ഞ ഈ കണ്ടോ. ഇതെന്തോ വെച്ചാ നമ്മളൊക്കെ ലാസ്റ്റ് ബെഞ്ച്. ആൻസർ പറ. ആൻസർ പറ. മജന്ത യെല്ലോ ലൈറ്റ് ബ്ലൂ. പറ്റത്തില്ല, ഒരു കളർ പറയണം. യെല്ലോ. ഞാൻ ഒറ്റ കളറേ ഉള്ളൂ യെല്ലോ. ഓക്കെ, ഞാൻ 3 വൈറ്റ്, യെല്ലോ, റെഡ്. അപ്പൊ അച്ഛൻ മാർക്ക് അച്ഛനാ കറക്റ്റ് ആയിട്ട് എഴുതി. 3 എഴുതി. അരമാർക്ക്. അമ്മയ്ക്ക് അരമാർക്ക്. പറഞ്ഞപ്പോ അരമാർക്ക്. ഫുൾ മാർക്ക് യെല്ലോ. മോളെ എന്നോട് മോളെ അച്ഛൻ പറഞ്ഞ ഒരെണ്ണം പറയാൻ കോൺഫിഡൻസ്
ആദ്യമേ എഴുതി. എന്നോട് ഒരെണ്ണം പറയാൻ പറഞ്ഞപ്പോ ഞാൻ ഒരു മാർക്ക് ഇല്ലെങ്കിൽ ഞാനില്ല. അമ്മയോട് കളിക്കരുത്. എനിക്ക് അതൊന്നുമില്ല. അമ്മ ടിക്കും ഇട്ട് അമ്മയ്ക്ക് മാർക്ക് ഉണ്ട്. അടുത്ത question പറ. ഒരു പരീക്ഷ പേപ്പർ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഫുഡ്. ഞാൻ ചുമ്മാ അങ്ങനെ എഴുതാം. ഓക്കെ ആൻസർ ചേച്ചി പറ. കൊഞ്ചുതീയൻ. റൈസ്. റൈസ് ആൻഡ് ഫിഷ്. അമ്മ കൊഞ്ചുതീയൻ. അപ്പൊ അച്ഛൻ അപ്പൊ അതില് ഫിഷും വരും, ഇതിനകത്ത് റൈസ്. ആ ഫിഷ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊഞ്ചുതീയൻ. അതുറപ്പാ. പിന്നെ അത് കറിയാ, ഫുഡല്ല. ഫുഡല്ല. ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ കറി വരത്തില്ല. പിന്നെ കറി ഫുഡല്ലേ? അല്ല, രണ്ടുപേർക്ക് ഓരോന്ന് കൊടുത്തേക്കാം. അല്ലല്ല, അര അര വെച്ച് കൊടുക്ക്. കഷ്ടപ്പെട്ട രണ്ടുപേർക്കും ഒന്ന് തന്നെ ഇട്ടു. കേട്ടോ, ഹാഫിനകത്ത് അർത്ഥമില്ല. ആ മാർക്കെ സമ്മതിക്കുന്നില്ല. കഷ്ടപ്പെട്ട് ഞാൻ എത്ര നാള് കൊച്ചു തേയില വെച്ച് കൊടുത്താണ്. വയ്യെങ്കി എന്തിനാ ചിരിക്കുന്നേ? ചേച്ചിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഇയർ. ആന്റി 2003 ഒന്ന് അതൊക്കെ പറഞ്ഞു. ആ, അച്ഛൻ 2003, അമ്മ 2003 അല്ലേ? 2003 ആയിരിക്കും. അതായത് നന്ദന ഇറങ്ങി ഇയർ തന്നെ ചേച്ചിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇല്ല കിട്ടി. 2004 കിട്ടിയത്. അതെന്താ 2003 ഡിസംബറിലാ പടം റിലീസായത്. അല്ലല്ല, ഒരു ഡിസംബറിലാച്ചാ കല്യാണരാമന് നന്ദന ഒരുമിച്ചാന്ന് എന്റെ മറ്റേ നവീനൊക്കെ പറഞ്ഞു. തന്റെ കല്യാണത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, കല്യാണ രാമന്റെ കാര്യമാണ് പറഞ്ഞത്. കല്യാണം റിലീസായത് ആദ്യം കണ്ട പടമാ. തിരിച്ചു വെക്ക് ഇത് നിങ്ങൾ ചെക്ക് ചെയ്യാതാണ്. നിങ്ങൾ അങ്ങോട്ട് കടിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് നാട്ടുകാർ കാണട്ടെ. ഓടി മോളെ ആ പറ. 2002 എന്നൊക്കെ എന്നെ തുടങ്ങുന്നത് കേട്ടോ ഗൂഗിളില്. 2005 സെക്കൻഡ്. 2003, 2005. അപ്പൊ എനിക്ക് ആ മറ്റേ റിലീസ് നോക്കിയേ, നന്ദന റിലീസ്. മഴത്തുള്ളി കിലുക്കം 2002. അത് നല്ല സ്റ്റേറ്റ് അവാർഡ്. 2003 തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്. നവ്യ ചേച്ചിയുടെ ഏറ്റവും വലിയ ഡ്രീം. എന്ത് സ്വഭാവം, നിങ്ങൾ എപ്പോഴും അപ്പുറം നോക്കി എന്നെ അല്ലേ? എഴുതിയിരിക്കാം. ചേച്ചി ഒളിപ്പിച്ചു വെക്കും, അല്ലാത്തൊക്കെ അമ്മയുടെ നോക്കി വരുന്നു. അവർക്ക് നേരത്തെ ഉള്ള ഡ്രീമാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഇപ്പൊ അവർക്ക് ഡ്രീം മാറിയിട്ടുണ്ട്. ഓക്കെ, അച്ഛൻ പറഞ്ഞോ. അല്ല നമ്പി ചേച്ചി പറഞ്ഞോ. അല്ല, 2 ഡ്രീം ഉണ്ട്, അങ്ങനെ എഴുതാൻ പറ്റൂ? ഇല്ല, രണ്ട് ഡ്രീം എഴുതാനും പോയി. ഞാൻ എഴുതട്ടെ. ഞാൻ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഒന്ന്. അച്ഛൻ ഡ്രീം ഗൂഗിളിൽ നോക്കുന്നു. ഇല്ല, ഞാൻ മറ്റേ അവാർഡിന്റെ നോക്കുന്നു. എന്റെ ഡ്രീം നോക്കും. ആൻസർ പറ. നീ പറ. ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഞാൻ പറയട്ടെ. ചേച്ചി നാഷണൽ അവാർഡ്. അതെ, ഞാനത് തന്നെ എഴുതിയിരിക്കുന്നു. ചേച്ചിയോ? ഞാൻ നാഷണൽ അവാർഡ്. വെരി ഗുഡ്. നവ്യ ചേച്ചി അവസാനം വായിച്ച ബുക്ക്. നവ്യ ചേച്ചി എന്നെ ഖസാക്കിന്റെ ഇതിഹാസം. വായിച്ചതാ. അവള് വായിച്ച പുസ്തകങ്ങളൊന്നും ഇവിടെ എനിക്കറിയാം. കിടപ്പുണ്ടായിരുന്നു എപ്പോഴും ഒരു ബുക്ക്. ഇവിടെ കിടപ്പുണ്ടായിരുന്നു. എന്താ എഴുതിയേ? A good book. ഗുഡ് ബുക്ക് എന്ന് നല്ലൊരു പുസ്തകം വായിച്ചു. ക്രിയാത്മകം പറയാറുണ്ടോ? ഞാൻ ഇതൊരിക്കലും എന്റെ അച്ഛനെ പോലെ അർത്ഥനാരീശ്വരൻ അതാണ് A good book. അർദ്ധനാരീശ്വരൻ നല്ല ബുക്കായിരുന്നു. അച്ഛന് വളരെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. അടുത്ത പറ. പത്താമത്തെ. നവ്യ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. ഓ, എന്നെ നോക്കുന്നത് എന്തിനാ? അതന്നെ അമ്മയുടെ മനസ്സിൽ വന്ന ആ പേര് തന്നെ എപ്പോഴും ഇവിടെ കേൾക്കാവുന്ന. കറക്റ്റ്, എല്ലാരും എഴുതി. അറിയാം. ഓക്കെ, ഉത്തരം പറയട്ടെ. കവിത സി പിള്ളെ. സി പിള്ളെ. അച്ഛന്റെ പേര് വരെ പറയും. കവിത. കവിത സി പിള്ളെ. ഓക്കെ, നെക്സ്റ്റ്. ചേച്ചിയുടെ പാസ്റ്റ് ടൈം എന്താ ചെയ്യുന്നത്? ഫ്രീ ടൈമിൽ ഞാൻ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഹോബി അല്ല. ഹോബി അല്ലേ? ഹോബി ഡാൻസിങ് ആയിരിക്കുമല്ലോ, അല്ലാണ്ട് എനിക്ക് സമയം കിട്ടിയാൽ ഞാൻ അപ്പം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം. എനിക്ക് ഇച്ചിരി സമയം കിട്ടിയാൽ എഴുതിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോ. ഓക്കെ, അച്ഛൻ വല്ല തമ്മിത്തല്ലോ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഫോൺ ചെയ്യും. ഒരു എന്തെങ്കിലും പറഞ്ഞു ട്രാവലിംഗ്. ചേച്ചി ഫിലിം കാണുന്നത്, സിനിമ കാണാൻ പോകും. ശരിയാ. അത് എപ്പോഴും പറ്റത്തില്ലല്ലോ. ശരിയാ. അതിന് ട്രാവൽ ചെയ്യണ്ടേ? ഇല്ല, sleep. സിനിമ കാണുമ്പോൾ ട്രാവൽ ചെയ്യണ്ടേ? ചുമ്മാ പറ്റത്തില്ലല്ലോ. നീ എഴുതിയത് സിനിമ വാച്ചിങ് ഫിലിം. ഇപ്പൊ തെറ്റായി. ആ വാച്ചിങ് ഫിലിം വെച്ചാൽ നീ ടി വിയിൽ ഒറ്റ സിനിമ കാണത്തില്ല, ഇല്ല, തിയേറ്ററിലെ കാണത്തുള്ളൂ. അപ്പൊ ട്രാവൽ ചെയ്യണം. ഇച്ചിരി ഷൂ സൈസ്.
ഷൂ സൈസ് അത് ഇച്ചിരി പ്രയാസമില്ല. ഷൂ സൈസ് ചെരുപ്പിന്റെ സൈസ് എഴുതിയാ പോരെ? ഷൂ സൈസ് ഷൂ സൈസ് ഒന്നും എനിക്കറിയത്തില്ല. ചെരുപ്പിന്റെ സൈസ് 40. അച്ഛൻ ഞാനിത് ഏത് നിങ്ങൾ യൂറോപ്യനാണോ ബ്രിട്ടീഷാണോ? ഏതായാലും പറഞ്ഞാൽ മതി. ഞാൻ 8 സൈസ്. അല്ല എൻ്റെ 7 സൈസ് ഷൂസ്. 40 40. അത് തെറ്റി. ഓക്കെ. ഞാനെന്താണെന്നറിയാം, വീണക്കൂട് ഇടാൻ പറ്റുന്ന രണ്ടുപേർക്കും ഇടാൻ പറ്റുന്ന ഇരുന്നോട്ടെ വിചാരിച്ചങ്ങ് വായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി ജനിച്ച ദിവസം ചൊവ്വാഴ്ച, ബുധനാഴ്ച, അങ്ങനത്തെ ഏത് ദിവസം? ഓക്കെ, ഞാൻ എഴുതി. കണ്ടോ, ഇതൊക്കെ ഇപ്പൊ ഒന്ന് കാണിച്ചേ. എന്തുവാ ഇത്? ഒക്ടോബർ 14. അതല്ല ദിവസം, ഡേ. അയ്യോ അത് ചോദിച്ചപ്പോ ഞാൻ ആലോചിക്കാം. അതൊക്കെ നമ്മളതൊക്കെ ഓർത്ത് ഗൂഗിളിൽ നോക്കണം. എന്റെ ഞാൻ ദൈവത്തിന് ഞാൻ കൂടെ നോക്കത്തില്ല. കലണ്ടർ 1987 നോക്കുക, കലണ്ടർ നോക്കുക. കഴിഞ്ഞു. ഉത്തരം പറ. അച്ഛൻ പറ. എന്റെതാണ് എനിക്കറിയാം. അല്ലല്ലോ അച്ഛൻ എഴുതാ. എന്റെ തന്നെ ആയിരിക്കും തേഴ്സ്ഡേ. ഒരു ഇത് എഴുത്. ആ, തിങ്കളാഴ്ച എനിക്കറിയത്തില്ല. മൺഡേ കറക്റ്റ്. മൺഡേ. പ്രസവിച്ച ആളിനറിയോ, പിന്നെ ഞാനങ്ങനെ അറിയാം. ഗുരുവായൂരപ്പനാണ് ഞാനും. എനിക്ക് എന്റേതും അറിയത്തില്ല, ആരുടെ അറിയത്തില്ല. പ്രസവിച്ച ആളിനറിയത്തില്ല, പിന്നെ എനിക്ക് എങ്ങനെ അറിയാനാണ്? അച്ഛൻ എവിടെ പോയായിരുന്നു? അല്ല എന്നാലും അമ്മയ്ക്ക് ബോധമില്ലാതല്ല പ്രസവിച്ചത്, അമ്മയ്ക്ക് ബോധം ഇല്ലാത്തത് കൊണ്ടാണ് അമ്മ പ്രസവിച്ചത്. ചേച്ചിയുടെ പെർഫ്യൂം ബ്രാൻഡ് വർഷങ്ങളായിട്ട് ചേച്ചി യൂസ് ചെയ്യുന്നു. പേരൊക്കെ മറന്നുപോയി. സ്പെല്ലിംഗ് അറിയാം. ചോദിക്കില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ വേണ്ട, എനിക്ക് വായിക്കാമല്ലോ. മനസ്സിലായി എന്താ ഉദ്ദേശിച്ചത്. അങ്ങനെ വെട്ടി എഴുതുന്നവള് അച്ഛൻ എഴുതിയത് എഴുതുക കേട്ടോ. ഭയങ്കര സാധനം. വെർസാഷൻ. അയ്യോടാ, രണ്ടുപേരും കറക്റ്റ് എഴുതിയേക്കുന്നത്. വെർസാഷെ ലൂയി വിട്ടോൺ. അച്ഛൻ ലൂയി വിട്ടോൺ അല്ലേ ഇത്? കറക്റ്റ് രണ്ടുപേരും. 15 ക്വസ്റ്റ്യൻ ആയി. ഫേവറേറ്റ് സബ്ജക്ട് ചേച്ചിയുടെ? വേഗം എഴുതിക്കോ. രണ്ടുപേർക്കും കിട്ടും. ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. പോയിന്റ്. അടുത്തത് പറഞ്ഞോ ഏതാ? പറ. മാത്സ്. മാത്സ്. ആ, അടുത്തത്. ചേച്ചിയുടെ ഫേവറേറ്റ് റൈറ്റർ? ആ very easy. 2 എണ്ണം എഴുതുവേ. മലയാളം? ഏതെങ്കിലും ഇവര് ശരിയാക്കിയ. ആ ഓക്കെ. ആരാ? അച്ഛാ നല്ലോണം ആലോചിച്ചോ. റൈറ്റർ എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മലയാളം ഇംഗ്ലീഷോ ആവാം. അച്ഛാ അമ്മ സ്കോർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം അമ്മ എഴുതുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മതി, ഇത്രയും മതി. ചെറുപ്പം മുതലേ. എനിക്കറിയാം അത്. അല്ല ഞാനതേ ചോദിച്ചേ. ഇവിടെ ഭയങ്കര സാധനം. അച്ഛൻ തോറ്റു പോയാൽ പറ്റുമോ? അല്ല അതുകൊണ്ടല്ല, അതെനിക്കറിയാം. മാധവിക്കുട്ടി അവളുടെ ഫേവറേറ്റ് ആണെന്നറിയാം. അതല്ല ഫേവറേറ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഇതിനെ തപ്പിക്കൊണ്ട് അവിടെ ഇരുന്ന്. അല്ല ഇതിൽ അച്ഛൻ എഴുതിയല്ലോ. ഇംഗ്ലീഷ് നമ്മൾ നോക്കണം. ഇംഗ്ലീഷാണ് ഞാൻ ഷേക്സ്പിയറൊക്കെ എനിക്കറിയത്തില്ല. ഒരു സ്റ്റാൻഡേർഡ് ഷേക്സ്പിയറിനെ ഒക്കെ ഒന്ന് പറഞ്ഞാലോ. ഇല്ല, ഞാൻ എന്റെ ഫേവറേറ്റ് എഴുത്തുകാർ മാധവിക്കുട്ടി, ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ. വീട്ടു. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ ഇതൊന്നുമില്ല. ഇനി കോമൺ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇനി ക്വസ്റ്റ്യൻ എന്തില്ല, എനിക്ക് കോമൺ ആയിട്ട് ഉത്തരം. ഉത്തരം മറ്റേ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ക്വസ്റ്റ്യൻ എസ്സേയാണോ? അല്ല. പേപ്പർ തികയത്തില്ല. ഓപ്പൺ ആയിട്ട് സംസാരിച്ചാൽ ഓക്കെ എഴുതി. സംസാരിച്ചാൽ മതി. ചേച്ചിയുടെ ഗുഡ് ക്വാളിറ്റീസ്? അതിപ്പോ എങ്ങനാ എഴുതിയിട്ട് പിന്നെ എഴുതാൻ പറ്റത്തില്ലത്? പറഞ്ഞാൽ മതി. അമ്മ പറയട്ടെ ആദ്യം. അമ്മ എഴുതിക്കോട്ടെ, രണ്ടുപേരും എഴുതിക്കോ, സമയം കളയണ്ട. അത് എഴുതി ഒരുപാടുണ്ട്. എഴുതച്ചാ അത് എഴുതണ്ട. എന്ന് രാവിലെ പറയും നിനക്ക് യാതൊരു ഗുണമില്ലെന്ന്. ഒരെണ്ണമെങ്കിലും എഴുതി ഇപ്പോ. കമാൺ നടക്കട്ടെ. ഗുഡ് ക്വാളിറ്റി ഒന്നുമില്ല, എഴുതാൻ പറ്റുന്നില്ല. എന്തൊക്കെ അമ്മ ഒരു പേജ് എഴുതുന്നുണ്ട്, ഭാഗ്യം. എഴുതിയില്ല. പറയാം, ഞാൻ എന്നാ പറയാം. വേണ്ട അങ്ങപ്പോ ഒരാള് മറ്റേ ആളുടെ കേൾക്കും. എഴുതിക്കേ. ഇതിന് മാർക്കൊന്നുമില്ല, ഇത് ജസ്റ്റ് ഇതിന് മാർക്കുണ്ട്. മാർക്കുണ്ട്. പറഞ്ഞാ മതി. വേണ്ട മാർക്കുണ്ട്. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ ഉറക്കം. ഉറങ്ങുന്ന സമയത്ത് ഈ പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് ഈ ഉറങ്ങുന്ന സമയത്ത് പിള്ളേർ ഉറങ്ങുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കാര്യം ഒരു ശല്യവും ഇല്ലല്ലോ, വഴക്കൂല വെള്ളമില്ല, ഒന്നുമില്ലാതെ അടങ്ങി കിടന്ന് ഉറങ്ങുന്നത് കാണുമെന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ വിഷമത്തിൽ പെട്ടെന്ന് നമ്മൾ അതിലൊരു ഇതായി പോകും. വിഷമം തോന്നുമ്പോൾ പിന്നെ ഒരാൾക്ക് പെട്ടെന്ന് ഒരു സ്വാധീനം ചെലുത്താൻ പറ്റും. പെട്ടെന്ന് അവളെ ഒരാളോട് ഇങ്ങനെ തുറന്ന് സംസാരിക്കും. അതെന്റെ ബാഡ് ക്വാളിറ്റി അല്ലേ? ബാഡ് ക്വാളിറ്റിയാണോ തുറന്ന് സംസാരിക്കുന്നത്? അല്ല, അമ്മയല്ലേ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്, കാണുന്ന ആൾക്കാരോടല്ല അങ്ങ് വിളമ്പരുത്. അത് അങ്ങനെ ഒരു ഇതുണ്ട്. അതൊക്കെയാ സ്വഭാവങ്ങൾ.
ഗുഡ് ക്വാളിറ്റി ഇപ്പൊ ഇത് കേട്ട വലുതായിട്ടൊക്കെ പറയും കേട്ടോ. അതാണ് മിടുക്ക്. അതാണ് ചേച്ചി മിടുക്ക്. ഭയങ്കര ഹാർഡ് വർക്കറാണ്. അതാണ് ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ, ഭയങ്കര ഡെഡിക്കേഷനാണ്. അപ്പോൾ ഒരു കാര്യം ഉന്നിയാൽ അത് സാധിക്കുന്നതിന് കുറുക്ക് വഴികളല്ല, അതിന് കഷ്ടപ്പെടാൻ തയ്യാറാണ്. അതാണ് ഞാൻ നോക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞൊരു കാര്യം ശരിയാണ്, എമ്പതി എന്ന് പറയുന്നത് അത് സാധാരണ ഉള്ള ആൾക്കാരിൽ കൂടുതൽ നമ്മൾ കാണുന്നുണ്ട് പല കാര്യങ്ങളിലും. മറ്റുള്ളവരുടെ കാര്യത്തിനകത്ത് ഒരു അനുകമ്പ തോന്നുന്നത്, അവരെ സഹായിക്കുന്നതല്ല ഇനി പറഞ്ഞത്. നമുക്ക് കഷ്ടം എന്ന് തോന്നുന്ന ആ ഒരു ഫീൽ ഉള്ളിൽ വരുന്നത് അത് പെട്ടെന്ന് വരുന്നൊരു സ്വഭാവമാണ്. അമ്മൂമ്മയുടെ ക്വാളിറ്റി എൻ്റെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ പഠിത്തവും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രീതി തന്നെയായിരുന്നു പഠിത്തവും കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം വരുമല്ലോ അതിനകത്ത്. പിന്നെ കുറച്ച് അല്ലറ ഇടും, നമ്മളൊക്കെ വഴക്കൊക്കെ ഇടും, അത് വേറെ കാര്യം. അന്നേരം വിശദമായിട്ട് ഞാൻ ഇത്ര ചിരിക്കാതിരുന്ന എന്താണെന്നറിയോ, എനിക്കറിയാം നിങ്ങൾ ഇനി ബാഡ് തുടക്കം ഇട്ട് കൊടുത്ത ഞാൻ അപ്പോഴത്തേക്ക് അത് പിന്നെ അങ്ങ് വർണ്ണിച്ച് വിശദീകരിച്ചു. അടുത്ത ചോദ്യം അച്ഛൻ ആദ്യം പറയും. ബാഡ് ക്വാളിറ്റി അല്ലേ അച്ഛൻ ഇഷ്ടം പോലെ പറയാം. ഞാൻ പറയാം, അത് ഇയാളങ്ങ് കൊഴിപ്പിച്ചോ എഴുതിയിട്ട് വായിച്ചാൽ മതി, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളാം. ബാഡ് ക്വാളിറ്റി ബാഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മളങ്ങോട്ട് പറഞ്ഞാൽ അതങ്ങോട്ട് ആദ്യമായിട്ട് കേൾക്കാൻ ഉള്ള ഒരു ക്ഷമയില്ലാത്ത ഇത് വെച്ചാൽ എപ്പോൾ എന്തെങ്കിലും പറയാമെന്ന് വെച്ചാലും തിരക്കാണ്. പുള്ളിയുടെ അലക്കൊഴിഞ്ഞിട്ട് ആംബേസിന് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ തിരക്കൊഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യമൊന്നും പറയാനൊക്കത്തില്ല. അതാണ് ഒരു ബാഡ് ക്വാളിറ്റി എനിക്ക് ഫീൽ. ഞാൻ വന്നിരിക്കും ഇടയ്ക്ക് ഖണ്ഡിച്ചോട്ടെ, ഖണ്ഡിച്ചോട്ടെ ഞാൻ വരോട്ടെ മുറിക്കത്തുനിന്ന് ആ ചപ്പറ മറന്നുപോയി. അല്ല, നമ്മളൊരു കാര്യം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടേ ഞാൻ തിരക്കില്ല അത് പറഞ്ഞ് പോകും. പിന്നൊരു കുറേ കഴിഞ്ഞ് കാര്യമുണ്ട് എന്താ വെച്ചാൽ നമ്മളപ്പോഴത്തേക്ക് മറന്നു പോകും. ഇതിങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ്, അപ്പം അത് നമ്മൾ മറന്നു പോകും. അപ്പം ഞാൻ പറയും അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. രാത്രി താമസിച്ച് ഉറങ്ങത്തുള്ള ഒരു ബാഡ് ക്വാളിറ്റി. അത് ബാഡ് ക്വാളിറ്റി എന്ന് പറയാനില്ല, ഉറക്കം വരാത്തതുകൊണ്ടാണല്ലോ ഉറങ്ങാത്തത്. അതിപ്പോൾ ഒരു പ്രത്യേക എന്താ പറഞ്ഞാൽ ജോലി തിരക്കുകളുണ്ടും പിന്നെ ചില മാനസിക സംഘർഷങ്ങൾ ഒക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉറക്കം കിട്ടാതെ ഒരാളെ അതൊരു ശീലമല്ല. ശീലമെന്ന് ഞാൻ പറയത്തില്ല. കാരണം വെച്ചാൽ ഉറങ്ങാൻ ആർക്കും ഉറങ്ങരുതെന്ന് വിചാരമില്ല, എല്ലാവർക്കും ഉറങ്ങണമെന്ന് ആഗ്രഹമുള്ളത്. പക്ഷെ അവർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു രീതി വരുമ്പോൾ അവരിങ്ങനെ പിന്നെ ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ മൊബൈലൊക്കെ തൊട്ടി ഇതൊക്കെ പറയാൻ ഇതിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ അമ്മയ്ക്ക് അറിയാവോ? അമ്മയ്ക്കും കണ്ണനും ഇതുവല്ലോ അറിയാവോ? കിടന്ന അപ്പം ഉറങ്ങും. ഈ പറഞ്ഞ വിഷമങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ഞങ്ങളെ ഒരു അരമണിക്കൂറെങ്കിലും ഉടന്ന് കിടന്നിട്ട് അപ്പം ഉറങ്ങും. കണ്ണൻ വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ കണ്ണനും പിന്നെ ധന്യയും ഞാനും വീണും രാത്രി ഒരു 10-10:30 ആകുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ, അതിനപ്പുറത്തുള്ള സമയം എന്നല്ലേ പറഞ്ഞു ഇരുന്ന് ആ നമ്മളിങ്ങനെ ഇപ്പോൾ വീണു വലിയ ആക്റ്റീവാണ്. എന്നിട്ട് എന്താ പറയാ അവിടെ പോയിട്ടൊക്കെ ഇച്ച ചെയ്യുമ്പോൾ അയാളെ ഉറങ്ങി അത്ര അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത് ഭാഗ്യമാണ്. ഇപ്പൊ പ്രശ്നമുണ്ട്. ഇപ്പം പണ്ടൊക്കെ 9:30 ആകുമ്പോൾ ഉറങ്ങായിരുന്നു, ഇപ്പൊ ഒരു 9:45. നവ്യ ചേച്ചിക്ക് അച്ഛനെയാണോ അമ്മേനെയാണോ കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ അഭിപ്രായത്തിൽ? അച്ഛനെ സമ്മതിച്ചു. ചേച്ചിക്കോ? പറയാനൊന്നുമില്ല അച്ഛനെ. അത് പൊതുവെ അങ്ങനെയാണ്. പെൺപിള്ളേർക്ക് അച്ഛന്മാരോടും ആൺപിള്ളേർക്ക് അമ്മ. അല്ല അപ്പിള്ളേർക്കും അച്ഛന്മാരോടും കണ്ണൻ അമ്മയോട് എനിക്ക് അച്ഛനോട് അല്ല കണ്ണനും എന്നോട് തന്നെ. ഓ ഫാക്റ്റ് അതാ. പിന്നെ അല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടുള്ള എല്ലാം. അത് എനിക്കും അതെ, എൻ്റെ അനിയനും അതെ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ആരാണെങ്കിലും അത്രേ ഉള്ളൂ, അത് അവനും അറിയാം. ആർക്ക്? അച്ഛനും അമ്മയ്ക്കും സായിയോടായിരിക്കും കൂടുതൽ അടുപ്പം ഓഫ് കോഴ്സ്. പക്ഷെ
എനിക്കും എൻ്റെ ബ്രദറിനും ഞങ്ങളുടെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടരയ്ക്ക് അവൻ്റെ കാര്യം ഒരു സംശയമില്ല അതിനകത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെ ആയിരിക്കും, എന്നെ സായി. അച്ഛനും അമ്മയും കഴിഞ്ഞാല് കണ്ണമോൻ ഏറ്റവും കൂടുതൽ സ്നേഹം എന്നെ സായി ആയിരിക്കും. സായി കുട്ടന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം അവന്റെ അമ്മാവനെ ആയിരിക്കും. അമ്പാവ കണ്ണ അമ്പാവ ഇപ്പം മാറിയോ അമ്പാവ. എന്നാലും അവന് സ്നേഹം അവനോട് ഭയങ്കരമായിട്ട് സ്നേഹം, അത് തിരിച്ചവനും അത് കഴിഞ്ഞിട്ട് എന്നോട് പോലും സ്നേഹം. അടുത്തൊരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. അതായത് കണ്ണനെയാണോ നവ്യ ചേച്ചിനെയാണോ വളർത്താൻ കൂടുതൽ എളുപ്പം തോന്നി? സംശയമില്ല, എളുപ്പമാണ്, എളുപ്പം, ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു. കാരണം എല്ലാം ആണ് വ്യത്യാസമില്ലേ, അപ്പം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കണ്ണനെ വളർത്താനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ കുരുത്തക്കേട് നമ്പർ സ്വാഭാവികമായിട്ട് വളർത്താൻ പ്രയാസം. അതല്ല നമ്മൾ അങ്ങനെ അതെവിടെയും ആൺപിള്ളേരും പെൺപിള്ളേരും തമ്മിലൊരു ഇതുണ്ടാവും. പക്ഷെ പെൺപിള്ളേർ തന്നെ ഈ നോർമലുള്ള പെൺപിള്ളേർ തന്നെ ഈ ആൺപിള്ളേരെക്കാരും കുസൃതികളുണ്ട്. അങ്ങനെയല്ലായിരുന്നു അവൾ ശരി. പക്ഷെ കണ്ണനെ സംബന്ധിച്ച് കണ്ണൻ നോർമലി ആൺപിള്ളേരുടെ കുസൃതികളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ അവനങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ദിവസം പോലും പഠിക്കുന്ന ഒരു കാര്യം പറയാം, പോലും എടുക്കത്തില്ല. അതാണ് അധ്യാപകരുടെ ഒരു കുഴപ്പമായത്. പിന്നെ എന്നെ തലമുടിയൊക്കെ പിടിച്ച് പക്ഷെ വലുതായി കഴിഞ്ഞിട്ട് അവന് +2 ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് ഇതെല്ലാം പ്രശ്നമല്ല. ഞാൻ അവൻ്റെ 10ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് എനിക്കുണ്ടായിരുന്നു വെച്ചാൽ അവനെ ഒരു സ്വയം പര്യാപ്തത വെച്ചാൽ നമുക്ക് പിന്നെ ഇപ്പം നമ്മളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പോലും എനിക്ക് അങ്ങനെ ഒരു എൻ്റെ കുഞ്ഞ് എന്താകും എന്നുള്ള അങ്ങനത്തെ ഒരു ടെൻഷൻ എനിക്ക് ഇല്ലായിരുന്നു. ഇവിടെ ഈ 15 വയസ്സിൻ്റെ സിനിമയിലോട്ട് വന്നു. അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു നമുക്ക് ജീവിതത്തിൽ ഇപ്പോഴും ഒരു ഏറ്റവും വലിയത് ആ ജീവിത ഭദ്രത എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെ. എല്ലാവരും അല്ലെന്നൊക്കെ പറയുമെങ്കിലും അത് അപ്പം ആ രീതി നോക്കുമ്പം അവൾ സെറ്റിൽ ചെയ്തു. അപ്പം ആ സമയത്തും അവൻ കൊച്ചല്ലേ അപ്പോൾ. അപ്പം അതൊരു കുഴപ്പമില്ല, അവനെ കൊണ്ട് കഴിയും, അവൻ തന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു പ്രാപ്തി ഉണ്ടെന്നുള്ള തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അവർ രണ്ടുപേരും എനിക്ക് അങ്ങനത്തെ ഒരു വലിയൊരു ബാധ്യതയുള്ള വളർത്താൻ പാടുള്ള അങ്ങനത്തെ ഒരു 2 പിള്ളേരെ അല്ല. അച്ഛൻ പറഞ്ഞത് വേറൊരു ആസ്പെക്റ്റില്, അമ്മ പറഞ്ഞ അതിന്റെ നോർമൽ ആയിട്ടുള്ള ആസ്പെക്റ്റില്. അച്ഛൻ അത് വളരെ സീരിയസ് ആയിട്ട് ആൻസർ ചെയ്തത്. അമ്മ ഉദ്ദേശിച്ചത് മറ്റേ കുസൃതി. അല്ല, ചോദ്യം വെച്ചാൽ തമ്മിൽ വളർത്താൻ ആരായിരുന്നു ചോദിച്ചാല് അങ്ങനെ നോർമലായിട്ടുള്ള ചോദ്യമാണെങ്കിൽ അങ്ങനെ പറയാം. എത്രയോ പെൺപിള്ളേരുണ്ട് ഈ പ്രായത്തില് ഒരു വകയും പറഞ്ഞ അനുസരിക്കാത്ത കൊച്ചു പിള്ളേരെ. എനിക്ക് തന്നെ അറിയാം, ഞങ്ങളുടെ കൂട്ടുകാരുടെ മക്കളൊക്കെ തന്നെ പെണ്ണുമാണ്. ഒരു ആമ്പിള്ളേർ പാവമായിട്ടുള്ളവരുണ്ട്. ഇവൻ ആമ്പിള്ളേർ വലുതായി കഴിഞ്ഞപ്പോ തിരിച്ചായിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സായി ആണെങ്കിൽ ഇപ്പൊ ചോദിക്കുന്നത് ബോയ് ആണല്ലോ, പക്ഷെ അവൻ പാടില്ല കാണാനെ പോലെ ഞാൻ ആരെയും അങ്ങനെ ഭയങ്കര ഉപദ്രവിച്ചിട്ട് അങ്ങനത്തെ ഒരു കുസൃതി കുറവാ. ഇത് ഒരു കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത് അവന് ആവശ്യത്തിന് ഫുഡൊക്കെ കൊടുത്താൽ മതി. അച്ഛന്റെ താക്കോലൊക്കെ മണ്ണിനകത്ത് കുഴിച്ചിടും കിളിച്ചു വരാനായിട്ട്. അതച്ഛൻ വേറെ എളുപ്പമായിരുന്നു വളർത്താൻ. മണ്ണിനടി കുഴിച്ചിട്ടിട്ട് രാവിലെ എണീറ്റ് അച്ഛൻ ഓഫീസിൽ പോകുന്ന പുറം മുഴുവൻ നോക്കുക. ഇഞ്ഞ് വാ കാച്ചി തടം മാവ കുഴിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ ഒത്തിരി കുഴി എന്താന്നറിയോ, വീട്ടിൽ മറ്റേ തടം എടുക്കാൻ വന്നാളെ അയാളൊറ്റ കുഴിച്ചിട്ടേക്കുവാ. ഇവൻ അതിലിഷ്ടമുള്ളൊരു കുഴി നോക്കി താക്കോലും കിട്ട് മൂടി. കണ്ണന്റെ കുസൃതി ഇല്ലാത്തൊരു എന്ന് വെച്ചാല് അവൻ ഈ പിന്നെ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട കളിക്കാനായിട്ട്. കുക്കറ്, തവി, ഇങ്ങനത്തെ അടുക്കള സാധനങ്ങള്, പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ മതി. എന്നും ഫുൾ ടൈം അവൻ അടുക്കളയല്ല, അല്ലെങ്കിൽ സ്റ്റോർ മുറിക്കകത്ത. സ്റ്റോർ മുറിക്കകത്ത് കയറി വിരല് പിടിക്കും. മുട്ടിങ്ങനെ കറന്നിട്ട് വിരല് പിടിക്കും. അവന്റെ ശബ്ദം ഉണ്ടാക്കും, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. ഇതിന് ഒരു ദിവസം കാണുന്നേ ഇല്ല. നമ്മളെല്ലായിടത്തും തപ്പുവാ, ഇതൊന്നും ഒരനക്കവും ഇല്ല. സാധനം പേടിച്ച് വിളിക്കുന്നതിനൊന്നും ഒരു മറുപടി ഇല്ല. അവസാനം ഞങ്ങൾ സ്റ്റോർ മുറി ചെന്ന് നോക്കിയപ്പോ ഇല്ലേ, ഈ കയ്യിലൊരു എലിക്കുഞ്ഞ് അതിനെ വെച്ചിങ്ങനെ ഞെക്കി അവിടെ ഇരുന്ന് അങ്ങനത്തെ
അടിപൊളിയായിരുന്നു. അതൊക്കെ ഉണ്ടാവും. നല്ല രസമാ കാണാനൊക്കെ, അല്ല ഗുണ്ടുപൊളിയായിട്ട്. പ്രീ നഴ്സറിയിൽ വിട്ടപ്പോഴേ ബർത്ത്ഡേക്ക് മുട്ടായി കൊടുത്തു വിട്ടു പിള്ളേർക്കൊക്കെ കൊടുക്കാൻ. വൈകിട്ട് ഒന്ന് ചെരിഞ്ഞ് എല്ലാവർക്കും കൊടുത്തോ മോനെ മുട്ടായി? എല്ലാവർക്കും കൊടുത്തോ? കൊത്തു. വീട്ടിൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുവരെ അനക്കമൊന്നുമില്ല. കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ റൂമിന്റെ മൂലയ്ക്ക് ഒരു മുട്ടായി കവറും ഉണ്ട്. അവിടെ തിന്നു ഇത് സ്കൂളിൽ വെച്ച് തുടങ്ങിയതാ. 10-70 മുട്ടായി ഉണ്ട്. സ്കൂളിൽ വെച്ച് തുടങ്ങിയല്ല, സ്കൂളിൽ വെച്ച് തുടങ്ങി. അത് രണ്ടു കൊണ്ടത് ഇത് വീട്ടിൽ വന്ന് ഇത് ഇടിച്ച് പൊട്ടിച്ച് പുള്ളി കഴിച്ചോണ്ടിരിക്കുക. മൂലക്കിരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ആർക്കാർക്കും കൊടുത്തില്ല. പിന്നെ കണ്ണനെ ഭയങ്കര ഉപദ്രവമായിരുന്നേ. അപ്പൊ ഞാൻ മറ്റേ മണിച്ചിത്രത്താഴില്ലേ, മണിച്ചിത്രത്താഴിലെ മറ്റേ വിടമാട്ടെ പറയും. അപ്പൊ പേടിയാവന്. അപ്പഴാ ഒന്ന് നിർത്തുന്ന. അങ്ങനെ യക്ഷിയല്ല, മറ്റേ സ്കിസോഫ്രീനിയ വന്ന് ശോഭൻ ചേച്ചി വിടമാട്ടേ എന്നെ എങ്കെയും പോക വിടമാട്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നൊതുങ്ങും. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് ഈ പിടിയും വലിയും തന്നെ. രാത്രിയിലേ കിടക്കുമ്പോൾ ഇതുപോലെ പിന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ എനിക്കറിയാം, പിന്നെ ഇവൻ്റെ പ്രതികരണം അറിയാം. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലമല്ല, ഇത് പാടി ഉടനെ പാവത്തും അതിഷ്ടമല്ല പാടുന്നത്. നമ്മള് കോമ്പറ്റീഷനായിട്ട് 19 ക്വസ്റ്റ്യൻ ചോദിച്ചു. 15 പോയിന്റുമായിട്ട് വീണമ്മ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. തൊട്ട് പുറകിൽ 13.5 പോയിന്റുമായിട്ട്. സൂപ്പർ. അച്ഛൻ അങ്ങനല്ലോ, അച്ഛൻ ഏണ്ടൊക്കെ പോയായിരുന്നല്ലോ, അത് കുറച്ച് ശരിയാക്കിയായിരുന്നു. ചെറുതായിട്ട് തെറ്റിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം അങ്ങനെ എനിക്ക് എന്താ പറയുക, എനിക്ക് ഇതിപ്പം ഹൂ നോസ് മീ ബെറ്റർ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നും അല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും എന്നെക്കുറിച്ച് എനിക്ക് ശേഷം ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. കാരണം ഞാൻ വളരെ ചെറുപ്പം തൊട്ടുള്ള എൻ്റെ നല്ലതും എൻ്റെ ന്യൂനതകളും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഞാൻ ഒരു കോളേജിലോ ഹോസ്റ്റലിലോ ഒന്നും പോയി പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ പഠിക്കുന്ന കാലം 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ സിനിമയിൽ വന്നു. അന്ന് തൊട്ട് അച്ഛനും അമ്മയും കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊരു കള്ളത്തരം നമ്മൾ കാണിച്ചാൽ പോലും ഇവർ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു മക്കളുടെ കാര്യം അച്ഛനും അമ്മയും ചിലപ്പോൾ ദൂരെ പഠിക്കുന്ന ഒരു മക്കളുടെ കാര്യം ചിലപ്പോൾ അറിയാതിരിക്കുന്ന പോലെ അല്ല എൻ്റെ കേസിൽ. രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ അച്ഛനും അമ്മയും ആരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെറിയ ചെറിയ ന്യൂനതകൾ വരെ ഒരു പക്ഷേ അവരെക്കുറിച്ചുള്ള ന്യൂനതകൾ അവരുടെ അച്ഛനും അമ്മയ്ക്കും അറിയുന്നതിനേക്കാൾ കൂടുതലും എന്നെക്കുറിച്ച് വളരെ അധികം അറിയാം. പിന്നെ ഞാനൊരു ഭയങ്കര ഓപ്പൺ ബുക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ എല്ലാവരുടെ അടുത്തും എല്ലാം പറയുന്നതുകൊണ്ട് അച്ഛനും അമ്മയടുത്തും എല്ലാം വളരെയധികം കൂടുതൽ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും എന്നെ ഈ പേപ്പറുകളിൽ എഴുതുന്ന ഈ A+, 5.6 എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയായിരിക്കും. കാരണം എത്ര ഒരു മോശം സിറ്റുവേഷനിലും നല്ലതിലും ചീത്തയിലും നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന വ്യക്തികൾ എൻ്റെ ലൈഫിൽ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. ഇതുവരെയും അങ്ങനെ തന്നെയാണ്. എപ്പോഴും എന്നെ ചിലപ്പോൾ ചീത്ത പറയും, പക്ഷേ അതർവൈസ് എൻ്റെ കൂടെ എന്നെ ആരുടെയും മുമ്പിൽ മോശമാക്കാൻ അവർ രണ്ടുപേരും ഇതുവരെ അനുവദിച്ചിട്ടില്ല. അങ്ങനെ മോശമാക്കേണ്ട രീതിയിലൊന്നും ഞാൻ അറിഞ്ഞ് ചെയ്തിട്ടുമില്ല. അൺഇൻറ്റൻഷനലി അല്ല, ഇൻറ്റൻഷനലി ഞാൻ ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വാസ് എ നൈസ് സെഗ്മെൻറ്റ് ഫോർ മീ. ഇങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് അതുപോലെ തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊരു ന്യൂ ഇയറിലാണ് എത്തിയിരിക്കുന്നത്. ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്നവരുണ്ടായിരിക്കും. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ.